കരടിയും തേനീച്ചകളും. വിശന്നു വലഞ്ഞ ഒരു കരടി കാട്ടിൽ ഇര തേടി നടക്കുകയായിരുന്നു. വഴിയിൽ ഒരു മരത്തിന് മുകളിൽ തേനീച്ചക്കൂട് തൂങ്ങിക്കിടക്കുന്നത് അത് കണ്ടു. അത് കണ്ട കരടിക്ക് വളരെ സന്തോഷമായി. അത് മെല്ലെ അടുത്തേക്ക് പോയി മണത്തു നോക്കി. സത്യത്തിൽ തേനീച്ചകൾ അതിനുള്ളിലുണ്ടോ അതോ തേൻ ശേഖരിക്കാനായി പുറത്തു പോയിരിക്കുകയാണോ എന്നാണ് അത് നോക്കിയത്. ആ സമയത്താണ് തേൻ ശേഖരിച്ചുകൊണ്ട് തേനീച്ചകൾ തിരിച്ചെത്തിയത്. അപകടം മനസ്സിലാക്കിയ തേനീച്ചകൾ പെട്ടെന്ന് കരടിയുടെ മൂക്കിൽ ആഞ്ഞു കൊത്തി. കരടി വേദന കൊണ്ട് പുളഞ്ഞു. ദേഷ്യത്തോടെ ഒട്ടും ആലോചിക്കാതെ തന്റെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് തേനീച്ചക്കൂട് നശിപ്പിക്കാൻ ശ്രമിച്ചു. തേനീച്ചക്കൂടിൽ തൊട്ട ഉടനെ ആയിരക്കണക്കിന് തേനീച്ചകൾ അതിനെ ആക്രമിക്കാനായി പുറത്തു വന്നു. പാവം കരടി തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി. പക്ഷേ തേനീച്ചകൾ അതിനെ വേഗത്തിൽ പിന്തുടർന്നു. ഒടുവിൽ കരടിക്ക് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാട്ടിലുള്ള കുളത്തിലേക്ക് ചാടേണ്ടി വന്നു. ഗുണപാഠം: അഹങ്കാരം കൊണ്ട് നിസ്സാര കാര്യങ്ങൾക്കായി വലിയ ആപത്തിൽ അകപ്പെടരുത്. രണ്ട് കൂട്ടുകാരും കരടിയും. രാമുവും സോമുവും ഉറ്റ ചങ്ങാതികളായിരുന്നു. അവരൊരുമിച്ച് ധാരാളം സമയം ചിലവാക്കിയിരുന്നു. ഒരു ദിവസം അവർ ഗ്രാമത്തിനടുത്തുള്ള ഒരു കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ നേർക്ക് ഒരു കരടി വരുന്നത് അവർ കണ്ടു. സോമുവിന് മരം കയറാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ വേഗം മരത്തിന്റെ മുകളിലേക്ക് കയറി. പക്ഷെ രാമുവിന് മരം കയറാൻ അറിയില്ലായിരുന്നു. സോമുവിന് രാമുവിനെ പറ്റി യാതൊരു ചിന്തയുമില്ലായിരുന്നു. രാമു നിസ്സഹായനായി അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് അവനൊരു ആശയം തോന്നി. കാട്ടുമൃഗങ്ങൾ ശവശരീരങ്ങളെ തൊടില്ല എന്നവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ബുദ്ധിപൂർവം രാമു മരിച്ചു കിടക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് അവിടെ കിടന്നു. കരടി അടുത്തു വന്ന് അവനെ മണത്തു നോക്കിയിട്ട് ശവമാണെന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോയി. അത് രാമുവിനെ തൊട്ടതുപോലുമില്ല. കുറച്ചു നേരം കഴിഞ്ഞ് സോമു മരത്തിൽ നിന്നിറങ്ങി വന്നിട്ട് രാമുവിനോട് ചോദിച്ചു, "നീ ഇവിടെ കിടന്നിരുന്നപ്പോൾ കരടി വന്ന് നിന്റെ ചെവിയിൽ എന്താ പറഞ്ഞത്?" രാമു ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു, "നിന്നെ പോലെയുള്ള സ്വാർത്ഥരായ സുഹൃത്തുക്കളുമായി ഒരിക്കലും കൂട്ടുകൂടരുതെന്ന്." ഗുണപാഠം: ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ മിത്രം. മരം വെട്ടുകാരനും വനദേവതയും. ഒരു ദിവസം ഒരു പാവപ്പെട്ട മരം വെട്ടുകാരൻ അടുത്തുള്ള കാട്ടിലേക്ക് മരം വെട്ടാനായി പുറപ്പെട്ടു. മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ തന്റെ മഴു കയ്യിൽ നിന്ന് പിടിവിട്ട് വഴുതിപ്പോയി. അത് അവിടെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു നദിയിലേക്ക് വീണു. ക്ഷീണിതനായ മരം വെട്ടുകാരൻ കുറെ നേരം തന്റെ മഴു തേടി നോക്കി. പക്ഷേ അത് നദിയുടെ ആഴത്തിലേക്ക് വീണിരുന്നു. തന്റെ ഒരേ ഒരു ജീവിതമാർഗമായിരുന്ന മഴു അയാൾക്ക് നഷ്ടപ്പെട്ടു. മരം വെട്ടുകാരൻ നദീതീരത്തിരുന്ന് കരയാൻ ആരംഭിച്ചു. അയാളുടെ കരച്ചിൽ കേട്ട വനദേവതയ്ക്ക് അയാളോട് സഹതാപം തോന്നി. വനദേവത അയാളുടെ മുന്നിൽ പ്രത്യക്ഷയായി അയാളുടെ മഴു തിരിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ട് വെള്ളത്തിനടിയിലേക്ക് പോയി. കുറച്ചു നിമിഷങ്ങൾക്കകം കയ്യിൽ ഒരു സ്വർണ്ണ മഴുവുമായി വനദേവത തിരിച്ചെത്തി. എന്നിട്ട് മരം വെട്ടുകാരനോട് ചോദിച്ചു, "ഇതാണോ നിങ്ങളുടെ മഴു?" "അല്ല, ഇതെന്റേതല്ല," കരഞ്ഞുകൊണ്ട് അയാൾ മറുപടി പറഞ്ഞു. വീണ്ടും വനദേവത നദിയിലേക്ക് പോയി ഒരു വെള്ളി മഴു എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, "ഇതാണോ നിങ്ങളുടെ മഴു?" "അല്ല, ഇതെന്റെ മഴു അല്ല. എന്റെ മഴു ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്," അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. വനദേവത വീണ്ടും നദിയിലേക്ക് പോയി അടുത്ത നിമിഷം തന്നെ ഒരു ഇരുമ്പ് മഴുവുമായി വന്നു. "ഇതാണോ നിങ്ങളുടെ മഴു?" "അതെ, ഇതാണ് എന്റെ മഴു," സന്തോഷത്തോടെ മരം വെട്ടുകാരൻ പറഞ്ഞു.
പാവപ്പെട്ട ആ മരം വെട്ടുകാരന്റെ സത്യസന്ധതയിൽ പ്രീതയായ വനദേവത അയാൾക്ക് സ്വർണമഴുവും വെള്ളിമഴുവും സമ്മാനമായി നൽകി. അയാൾ സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് മടങ്ങി. ഗുണപാഠം: സത്യസന്ധതയുടെ പ്രതിഫലം മികച്ചതായിരിക്കും. സിംഹവും ചുണ്ടലിയും. ഉച്ചഭക്ഷണത്തിന് ശേഷം സിംഹരാജാവ് ഒരു മരത്തിന്റെ നിഴലിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. മരത്തിനടുത്തുള്ള ഒരു ചെറിയ പൊന്തിൽ ഒരു ചുണ്ടലി ഉണ്ടായിരുന്നു. അത് ഭയങ്കര കുസൃതിയായിരുന്നു. പുറത്തു വന്ന് നോക്കിയ ചുണ്ടലി കണ്ടത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സിംഹത്തെയാണ്. ഒരു തമാശയ്ക്ക് വേണ്ടി ചുണ്ടലി സിംഹത്തിന്റെ വലിയ ശരീരത്തിന് മുകളിൽ കയറി അങ്ങുമിങ്ങും ഓടി തുള്ളിച്ചാടാൻ തുടങ്ങി. അതിന് ഈ കളി രസകരമായി തോന്നി. കുറേ നേരം ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ചുണ്ടലിയുടെ കളികൾ മൂലം സിംഹത്തിന് ഇക്കിളി തോന്നി തുടങ്ങി. അത് ഉണർന്നു നോക്കിയപ്പോൾ ചുണ്ടലി തന്റെ ശരീരത്തിൽ ഓടിക്കളിക്കുന്നത് കണ്ടു. അത് ചുണ്ടലിയെ കൈക്കുള്ളിലാക്കി ദേഷ്യത്തോടെ പറഞ്ഞു, "ഏയ്, നീ ആരുടെ ദേഹത്താണ് കളിക്കുന്നതെന്നറിയോ? നിന്നെ ഞാനിന്ന് കൊല്ലാതെ വിടില്ല." ചുണ്ടലി പേടിച്ചു വിറച്ചു. അത് അപേക്ഷിച്ചു, "എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും ഇനി ഇങ്ങനെ ചെയ്യില്ല. ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കാം." ചുണ്ടലി പറയുന്നത് കേട്ട സിംഹത്തിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അത് പറഞ്ഞു, "നീ ഒരു കൊച്ചു ജീവിയല്ലേ, എന്നെപ്പോലുള്ള വലിയ സിംഹത്തിന് നീ എങ്ങനെ സഹായിക്കാനാ?" എന്തായാലും ചുണ്ടലിയോട് ദയ തോന്നിയ സിംഹം അതിനെ വിട്ടയച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ചുണ്ടലി പൊന്തിനുള്ളിലിരിക്കുമ്പോൾ അത് സിംഹത്തിന്റെ ഗർജനം കേട്ടു. പുറത്തേക്ക് എത്തി നോക്കിയ ചുണ്ടലി കണ്ടത് വേടന്റെ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന സിംഹത്തെയാണ്. സിംഹം നിസ്സഹായനായി വലയിൽ നിന്ന് പുറത്തു കടക്കാൻ കഠിനമായി പ്രയത്നിക്കുന്നുണ്ടായിരുന്നു. വലയിലുണ്ടായിരുന്ന കുരുക്കുകൾ അഴിച്ച് സിംഹത്തെ സ്വതന്ത്രനാക്കി. ഗുണപാഠം: വലിയവർക്ക് ചെയ്യാൻ കഴിയാത്ത ചിലത് ചെറിയവർ ചെയ്തെന്നു വരും. പശുക്കളും പുലിയും. ഒരിടതൂർന്ന കാട്ടിൽ 4 പശുക്കൾ വസിച്ചിരുന്നു. അവരെപ്പോഴും ഒന്നിച്ചായിരുന്നു. എവിടെ പോയാലും അവരൊന്നിച്ചേ പോകാറുള്ളൂ. എത്ര വന്യമൃഗങ്ങളുടെ ഇടയിൽ നടന്നാലും അവർക്ക് ഒരുമയുള്ളതുകൊണ്ട് അവരെ ഉപദ്രവിക്കാൻ എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷെ അത് പരിശ്രമിക്കുമ്പോഴൊക്കെ 4 പശുക്കളും ഒന്നു ചേർന്ന് അതിനെ വിരട്ടി ഓടിക്കുമായിരുന്നു. ഒരു ദിവസം പശുക്കൾക്കിടയിൽ ഒരു വലിയ വഴക്കുണ്ടായി. അന്ന് ഓരോ പശുവും ഓരോ വഴിക്ക് മേയാൻ പോയി. പുലിക്ക് ഇതൊരു നല്ല സന്ദർഭമായിരുന്നു. അത് ഓരോ പശുവിനെയായി ആക്രമിച്ച് പിടിച്ച് കൊന്നു തിന്നു. ഗുണപാഠം: ഐക്യമത്യം മഹാബലം. ബുദ്ധിയുള്ള കഴുത. ഒരു കഴുത കാട്ടിനടുത്തുള്ള ഒരു മേച്ചിൽ സ്ഥലത്ത് മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നത് ഒരു ചെന്നായയുടെ നിഴൽ കണ്ടു. അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിച്ചെടിയുടെ പിറകിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ചെന്നായ. കഴുതയെ പിടിക്കാനായി ചെന്നായ അടുത്തെത്തിയപ്പോഴേക്കും രക്ഷപ്പെടാനായി കഴുതയ്ക്ക് പെട്ടെന്നൊരു യുക്തി തോന്നി. തനിക്ക് മുടന്തുണ്ടെന്നതുപോലെ അഭിനയിക്കാൻ തുടങ്ങി. അത് ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോൾ ചെന്നായ ചോദിച്ചു, "എന്തുപറ്റി? എന്തിനാ നീ ഞരങ്ങുന്നത്?" കഴുത മുടന്തിക്കൊണ്ട് മറുപടി പറഞ്ഞു, "ഞാൻ അറിയാതെ ഒരു മുള്ളുള്ള കുറ്റിച്ചെടിയുടെ മേൽ കാൽ വെച്ചു. ഒരു തടിച്ച മുള്ള എന്റെ കാലിൽ കുത്തിക്കയറി. എനിക്ക് ശരിക്കും നടക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ നീ ഇപ്പോൾ എന്റെ അടുത്ത് എത്തിയത് കൊണ്ട് എന്നെ തിന്നാൻ കിട്ടിയ സന്ദർഭം നീ പാഴാക്കില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. എന്നെ തിന്നുന്നതിന് മുൻപ് എന്റെ കാലിലുള്ള മുള്ളു വലിച്ചെടുത്തിട്ട് തിന്നണം. അല്ലെങ്കിൽ നീ എന്നെ തിന്നുമ്പോൾ അത് നിന്റെ തൊണ്ടയിൽ കുത്തും.
തിന്നുന്നതിന് മുൻപ് മുള്ളു വലിച്ചൂരി കളയുന്നതാണ് നല്ലതെന്ന് ചെന്നായയ്ക്കും തോന്നി. കഴുത കാലുയർത്തിയപ്പോൾ ചെന്നായ മുള്ളെവിടെയാണെന്ന് ജിജ്ഞാസയോടെ നോക്കി. തന്റെ മൃഷ്ടാന്ന ഭോജനത്തെപ്പറ്റി ആലോചിച്ച് ചെന്നായ സന്തോഷിച്ചിരിക്കെ പെട്ടെന്നേറ്റ ഒരു ആഘാതം കൊണ്ട് ചെന്നായ തലകുത്തനെ മറിഞ്ഞു വീണു. സർവശക്തിയും ഉപയോഗിച്ച് ചെന്നായെ ആഞ്ഞു തൊഴിച്ചത് കഴുതയായിരുന്നു. ചെന്നായ മെല്ലെ എണീറ്റ് വന്നപ്പോഴേക്കും കഴുത ഓടി ദൂരെ എവിടെയോ എത്തിയിരുന്നു. വേദന കൊണ്ട് പൊളഞ്ഞ ചെന്നായ സ്വയം പറഞ്ഞു, അതെ, സ്വന്തം കാര്യം നോക്കാത്തതിന്റെ ഫലമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത്. ഞാനൊരു കശാപ്പുകാരനായിരിക്കെ വൈദ്യന്റെ പണിക്ക് പോയാൽ ഇങ്ങനെ ഇരിക്കും. ഗുണപാഠം: സ്വന്തം ജോലിയിൽ ശ്രദ്ധ പതിപ്പിക്കുക. പാൽക്കാരിയും അവളുടെ സ്വപ്നവും. ഒരു പാൽക്കാരിക്ക് വലിയ പണക്കാരിയാവണമെന്ന വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ദിവസം അവൾ പതിവ് പോലെ പാൽ വിൽക്കാനായി പോവുകയായിരുന്നു. ഒരു കുടം നിറയെ പാലും തലയിൽ പിടിച്ച് അവൾ ഒരു സാങ്കല്പിക ലോകത്തിൽ നടന്നുപോയിക്കൊണ്ടിരുന്നു. അവൾ കരുതി, ഈ പാല് വിറ്റ ശേഷം ആ പൈസ കൊണ്ട് ഞാൻ കോഴികളെ വാങ്ങിക്കും. ആ കോഴികൾ മുട്ടയിടുമ്പോൾ എനിക്ക് ധാരാളം കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടും. എന്നിട്ട് ഞാനൊരു കോഴി വളർത്തൽ കേന്ദ്രം തുടങ്ങും. ആ വ്യാപാരം നന്നായി നടന്നാൽ ഞാൻ ധനികയാവും. ധാരാളം സുന്ദരന്മാരായ ചെറുപ്പക്കാർ എന്നെ തേടിയെത്തും. അവരെന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കും. പക്ഷേ ഞാൻ എല്ലാവരോടും പറ്റില്ല എന്ന് പറയും. ഇങ്ങനെ ദിവാസ്വപ്നവും കണ്ട് നടന്നുകൊണ്ടിരുന്ന അവൾ പെട്ടെന്ന് പറ്റില്ല എന്ന് പറഞ്ഞ് ശക്തിയായി തന്റെ തല കുലുക്കി. പെട്ടെന്ന് പാൽക്കുടം തലയിൽ നിന്ന് താഴെ വീണ് പൊട്ടി. പാല് മുഴുവനും ഒഴുകിപ്പോയി. അവളുടെ മനോഹരമായ സ്വപ്നങ്ങളും പാലിനോടൊപ്പം ഒഴുകിപ്പോയി. ഗുണപാഠം: യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ബുദ്ധിയുള്ള കാക്ക. ഒരിക്കൽ ഒരു കാക്കയ്ക്ക് ഒരു വലിയ റൊട്ടി കഷ്ണം കിട്ടി. അത് ഒരു മരത്തിന്റെ ശാഖയിലിരുന്ന് അത് തിന്നാൻ തീരുമാനിച്ചു. ആ സമയത്ത് വിശന്ന് വലഞ്ഞ് ഒരു കുറുക്കൻ അതുവഴി വന്നു. റൊട്ടി കഷ്ണം കണ്ട കുറുക്കന്റെ വായിൽ വെള്ളമൂറി. അത് കരുതി, എങ്ങനെയെങ്കിലും ഈ റൊട്ടി കഷ്ണം കൈക്കലാക്കണം. അതിന്റെ മനസ്സിലൊരാശയം ഉദിച്ചു. അത് പതിഞ്ഞ സ്വരത്തിൽ കാക്കയോട് പറഞ്ഞു, കാക്കേ കാക്കേ, നിന്റെ ശബ്ദം അതിമധുരവും മനോഹരവുമാണെന്ന് കേട്ടിട്ടുണ്ട്. വിരോധമില്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? പക്ഷേ കാക്കയ്ക്ക് ബുദ്ധിയുണ്ടായിരുന്നു. അത് മെല്ലെ റൊട്ടിക്കഷ്ണം എടുത്ത് തന്റെ കാലുകൾക്കിടയിൽ പിടിച്ചിട്ട് കുറുക്കനോട് ചോദിച്ചു, ഇപ്പോൾ പാടട്ടെ? അമളി പറ്റിയ കുറുക്കൻ നിശബ്ദനായി മെല്ലെ നടന്നുപോയി. ഗുണപാഠം: മുഖസ്തുതിയിൽ മയങ്ങരുത്. അത്യാഗ്രഹിയായ പട്ടി. ഒരു ദിവസം ഒരു തെരുവു പട്ടി ഒരു നീണ്ട എല്ലിൻ കഷ്ണം കണ്ടു. അത് ആ എല്ലിൻ കഷ്ണവും കടിച്ചു പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി. സമാധാനത്തോടെ ഒരിടത്തിരുന്ന് ആ എല്ലിൻ കഷ്ണം തിന്നാൻ വേണ്ടി അതൊരു സ്ഥലം അന്വേഷിച്ച് നടന്നു. പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി നടന്ന് നടന്ന് കുറച്ചകലെയുള്ള ഒരു തടാകത്തിനടുത്തെത്തി. അവിടെ ഇരുന്ന് എല്ലിൻ കഷ്ണം തിന്നാൻ ആരംഭിച്ചപ്പോൾ തടാകത്തിലെ വെള്ളത്തിൽ അത് തന്റെ പ്രതിച്ഛായ കണ്ടു. മണ്ടനായ ആ പട്ടി വിചാരിച്ചു, മറ്റൊരു പട്ടി വായിൽ എല്ലിൻ കഷ്ണവുമായി വെള്ളത്തിലുണ്ടെന്ന്. അത്യാഗ്രഹിയായ പട്ടി കരുതി ആ പട്ടിയുടെ വായിലുള്ള എല്ലിൻ കഷ്ണവും എങ്ങനെയെങ്കിലും തട്ടിപ്പറിക്കണമെന്ന്. തന്റെ പ്രതിച്ഛായ നോക്കി കുരയ്ക്കാനായി പട്ടി വായ തുറന്നപ്പോൾ വായിലുണ്ടായിരുന്ന എല്ലിൻ കഷ്ണം തടാകത്തിലേക്ക് വീണു. പട്ടിയുടെ അത്യാഗ്രഹം കാരണം കയ്യിലുണ്ടായിരുന്ന എല്ലിൻ കഷ്ണവും നഷ്ടപ്പെട്ടു. ഗുണപാഠം: അത്യാഗ്രഹികൾക്ക് ഉള്ളതും കൂടി നഷ്ടപ്പെടും. തവളകളും കാളയും. അതൊരു മഴക്കാലമായിരുന്നു. ഗ്രാമത്തിലെ കുളത്തിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞിരുന്നു. കൊച്ചു കൊച്ചു തവളകൾ വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി ആർത്തുല്ലസിച്ചുകൊണ്ടിരുന്നു. ദാഹം ശമിപ്പിക്കാനായി ഒരു കാള ആ കുളത്തിനരികിലെത്തി.
വെള്ളം കുടിച്ച ശേഷം തൃപ്തിയായ കാള ഉച്ചത്തിൽ അമറി. കാളയുടെ അമറൽ കേട്ട തവളകൾ പേടിച്ചുപോയി. അവരിതിനു മുൻപ് ഇങ്ങനെ ഒരു കാളയെ കണ്ടിട്ടേയില്ല. ഭയന്നു വിറച്ച തവളകൾ അവരുടെ മുത്തശ്ശന്റെ അടുത്തേക്ക് ഓടി. അവർ കിതച്ചുകൊണ്ട് പറഞ്ഞു, മുത്തശ്ശ, ഇന്ന് ഞങ്ങൾ കുളത്തിലൊരു വലിയ മൃഗത്തിനെ കണ്ടു. തവളകളിൽ വെച്ച് ഏറ്റവും മൂത്തത് മുത്തശ്ശനായിരുന്നു. ഇത് കേട്ട മുത്തശ്ശന് തന്നിൽ അഹങ്കാരം തോന്നി. അതുടനെ തന്റെ കവിളുകൾ വീർപ്പിച്ചിട്ട് ചോദിച്ചു, കുളത്തിൽ കണ്ട മൃഗം ഇതിനേക്കാൾ വലുതായിരുന്നോ? കൊച്ചു തവളകൾ പറഞ്ഞു, അതെ, ഇതിനേക്കാൾ വളരെ വലുതായിരുന്നു മുത്തശ്ശ. പിന്നീടത് തന്റെ മാറിടം വിരിച്ച് ശരീരം വീർപ്പിച്ച് കാണിച്ചിട്ട് അതേ ചോദ്യം ചോദിച്ചു. അപ്പോഴും തവളകൾ അതേ ഉത്തരം പറഞ്ഞു. അഹങ്കാരിയായ മുത്തശ്ശൻ വീണ്ടും വീണ്ടും തന്റെ ശരീരം വീർപ്പിച്ചുകൊണ്ടേയിരുന്നു. തവളകളും തങ്ങളുടെ ഉത്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ തന്റെ ശരീരം വീർപ്പിച്ച് വീർപ്പിച്ച് മുത്തശ്ശൻ തവള ചങ്കുപൊട്ടി ചത്തുപോയി. ഗുണപാഠം: അപ്രായോഗികമായ അഹന്ത വിഡ്ഢിത്തമാണ്.